തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന KSRTC ബസ് അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആളെ കയറ്റാൻ കയറി. ആളുകൾ കയറി ബസ് പുറപ്പെട്ടു. ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു കണ്ടക്ടർ അനീഷ്. ഇതിനിടെ അടൂരിൽ നിന്ന് കയറിയ ഒരു സ്ത്രീയെയും 3.5 വയസ്സുള്ള പെൺകുഞ്ഞിനെയും കണ്ടക്ടർ അനീഷ് പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടക്ടർ അനീഷ് തന്നെ വ്യക്തമാക്കുന്നു. അന്ന് സാധാരണ ആൾക്കാർ വരുന്ന പോലെ തന്നെ ഒരു നാടോടി സ്ത്രീയും ഒരു കുഞ്ഞും നമ്മുടെ അടൂരിനാണ് കയറിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ആ കുഞ്ഞ് എൻ്റെ കാലിലോട്ട് കയറി പിടിക്കുമായിരുന്നു. അപ്പോൾ പിടിച്ചപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പ്രായമുള്ള കുഞ്ഞുമായി എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ആ നാടോടി സ്ത്രീയോട് ചോദിച്ചു എവിടെ പോകാനാണെന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നു എന്തോ വ്യക്തമായിട്ട് പറയുന്നില്ല, വായിലെന്തോ ഒരു ഇതിട്ടിട്ടുണ്ട് ദ്രാവകം പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരോരോ സ്ഥലം ചോദിച്ചു, ചങ്ങന്നൂരാണോ തിരുവല്ലയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഏറ്റവും രാശി തൃശ്ശൂരാണെന്ന് ചോദിച്ചപ്പോൾ അവർ തലയാട്ടി കാണിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ പൈസ നോക്കിയപ്പോഴത്തേനും അവർ 50 രൂപ തന്നെ. ഞാൻ പറഞ്ഞ് 250 രൂപയോളം ആവും, ഇതിനോട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു സംശയം, ഈ 50 രൂപ കൊണ്ട് വന്നത് അടുത്ത എവിടെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയായിരിക്കും. ഒരുപക്ഷെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ ബോർഡ് വായിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇത് കഴിഞ്ഞാൽ കൊരമ്പാല എന്ന് പറഞ്ഞ സ്റ്റോപ്പേ ഉള്ളൂ, അവിടെ നിർത്തിവിടാണ്. ശരിയെന്ന് പറഞ്ഞാൽ തിരിഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് മാറുന്നില്ല. കുഞ്ഞ് എന്നെ തന്നെ കെട്ടിപ്പിടിച്ച്, പേടിച്ചൊന്നുമല്ല, എന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മെഷീനിലൊക്കെ പിടിക്കുന്നുണ്ട്. ഞാൻ ഓഫാക്കിയിട്ട് കുഞ്ഞിനെ കാണിക്കുകയൊക്കെ ചെയ്ത്. കുഞ്ഞിനോട് പേരെന്താണെന്നും എവിടെയാണ് വീടെന്നും ഒക്കെ താൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോളെ പേരെന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറയുന്നു. ഇത്രല്ല പഠിക്കുന്നത് ചോദിച്ചപ്പോൾ അംഗൻവാടിയിലാണെന്ന് പറഞ്ഞു. അത് നല്ല ഇതായിട്ട് തന്നെ ഫ്ലുവൻ്റായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോടെ അമ്മ എന്തായിരുന്നു? കാരണം കൂടെ ഇരിക്കുന്ന സ്ത്രീക്ക് അമ്മയും മോളും തമ്മിലുള്ള ഇതായിട്ട് വരുന്നില്ല. അപ്പം അവർ പറയുന്നത് ഞാനാ അമ്മയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ ഇത്രയും പ്രായത്തിൻ്റെ ഇത് വരുമ്പോൾ അമ്മയെന്ന്. അന്നേരം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനോട് കുനിഞ്ഞ് ചോദിച്ചു, മോടെ അമ്മയുടെ പേരെന്തോന്ന് പെട്ടെന്ന് ചോദിച്ചു. ചോദിക്കുമ്പോഴും പെട്ടെന്ന് അവർ തന്നെ പറയുന്നത് ദേവിയാണെന്നാണ് പറയുന്നത്. കുഞ്ഞ് മലയാളമല്ലേ സംസാരിക്കുന്നത് എന്ന് സ്ത്രീയോട് ചോദിച്ചപ്പോൾ കേരളത്തിലാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എന്നായിരുന്നു മറുപടി. നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത്, കുഞ്ഞ് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴെങ്ങനെ ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാത് ഞങ്ങൾ കേരളത്തിലാണ് പഠിപ്പിക്കുന്നത് വെച്ച്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർക്ക് ഉത്തരം പറയുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴും ആ സ്ത്രീ ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോഴത്തേനും എനിക്ക് സംശയമുണ്ട്. സംശയം മാത്രമല്ല, വേറൊരു പേടിയുണ്ട്. ഒരുപക്ഷെ അവരുടെ കുഞ്ഞ് തന്നെയാണെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മുടെ കുറ്റം പറയും. ഡ്രൈവർ സാഗറിനോട് ബസ് നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ കണ്ടക്ടർ അനീഷ് നിർദ്ദേശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീയെ വിശദമായി ചോദ്യം ചെയ്തു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് സ്ത്രീ സമ്മതിച്ചു. എന്നിലൂടെ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടതിൽ സന്തോഷം, കണ്ടക്ടർ അനീഷ് പറഞ്ഞു. എങ്കിലും എനിക്ക് ആ സംശയം ഇതായതുകൊണ്ട് ഞാനാണെങ്കിൽ എന്തോടത്ത് ഞങ്ങളുടെ ഡ്രൈവറായിട്ട് അന്ന് സാഗർ എന്ന് പറഞ്ഞൊരു സാറിനോട്, സാറേ ഇനി അങ്ങോട്ട് സ്റ്റോപ്പിൽ ആളെ ഇറക്കുകയും വേണ്ട, കയറ്റുമൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് സ്റ്റേഷനിലോട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. പന്തളം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ചെന്ന് പോലീസിനെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് വണ്ടി സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിർത്തി. അപ്പം ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സാറിനോട് സംസാരിച്ച SIയോട് പറഞ്ഞു, സാറേ ഇന്നുമൊരു സംശയമുണ്ട്, അവർ കുഞ്ഞ് മലയാളം സംസാരിക്കുന്നുണ്ട്, അവർ തമിഴാണ് സംസാരിക്കുന്നത്. സംശയമുള്ളതുകൊണ്ട് ഇവരെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. കാരണം ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വണ്ടിക്ക് റിസർവേഷൻ ഉള്ളതാണ്. ഞാൻ ചെങ്ങന്നൂർ ഡിപ്പോയിലാണ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാറിനോട് അന്നേരം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകുമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ATO യൂണിറ്റിൽ നിന്ന് ATO വിളിച്ച് ഇന്നുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് അറിഞ്ഞു വന്നു. അപ്പം അത് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മൾ കാരണം ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ. അപ്പം ഞാനൊരു അച്ഛനാണ്, 2 മക്കളുണ്ട്. നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മൾ വലിയ ഇതൊന്നുമല്ല സാറേ, അതൊരു നിമിത്തം, അത്രയേ ഉള്ളൂ. മറ്റൊരു ഇതിലൂടെയാണെങ്കിൽ ആ കുഞ്ഞന്ന് രക്ഷപ്പെടണം. അതിപ്പോൾ എന്നതിലൂടെ ആയതുകൊണ്ട് എനിക്കൊന്നുകൂടെ സന്തോഷം. യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുന്നത് മാത്രമല്ല കണ്ടക്ടറുടെ ജോലി. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടണം. ഞാനിവിടെ ഇരുന്നാലും സാറേ എല്ലാവരോടും സഹകരിക്കും സാറേ. അത് ഇന്ന് വരുന്ന നാളെ നമ്മൾ തമ്മിൽ കാണണമെന്നില്ല. ഇപ്പോൾ സാറാണെങ്കിൽ തന്നെ ഇനിയും എപ്പോഴെങ്കിലും കണ്ടാൽ അറിയത്തുമില്ല. അപ്പം കാണുമ്പോൾ വഴക്കുണ്ടാകാതെ സ്നേഹം പുതുക്കി പോവുക, അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെ. അല്ലാതെ പൊതുവെ എനിക്കല്ലാതെ സംസാരിക്കാൻ മടിയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സംസാരിക്കും എല്ലാവരോടും. കണ്ടക്ടർ അനീഷ് KSRTC ബസ്സിൽ തന്റെ ഡ്യൂട്ടി തുടരുകയാണ്. കണ്ടക്ടർക്ക് ആ സ്ത്രീയെക്കുറിച്ച് സംശയമൊന്നും തോന്നിയിരുന്നില്ലെങ്കിൽ 3.5 വയസ്സുകാരി പൊന്നുമകളെ മാതാപിതാക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. റിപ്പോർട്ടർ, പത്തനംതിട്ട.